ഹലോ ഗൈസ്, ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കാണണ്ട തന്നെ ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളെ ലാസ്റ്റ് വീഡിയോ എന്തായിരുന്നു നമ്മളെ ഏട്ടന് വയ്യാണ്ടായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയൊരു വീഡിയോ ആയിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, സെറ്റാക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ആ വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ ചെറുപ്പം മുതൽ തന്നെ അത്യാവശ്യം ഒരു ഏജായ സമയത്ത്, എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല, അപ്പം ഇങ്ങനെ മൂക്കുന്ന് ബ്ലഡ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഇവിടെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിടുന്ന അപ്പം ഇങ്ങനെ മൂക്കിൽ ദശേൻ്റെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്കിന്ന് ബ്ലഡ് വരും, ഹോസ്പിറ്റലിൽ പോകും, മരുന്ന് കുടിക്കും, അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങനെ ബ്ലഡ് വരാനൊക്കെ തുടങ്ങി, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവലുണ്ടെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞ് റിലേഷനിലായി നിൽക്കുന്ന സമയത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒരു മിനിറ്റ്, എന്താ ഓക്കെ, ഞങ്ങൾ റിലേഷനിലായിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഏട്ടൻ്റെ മൂക്കിന്ന് ബ്ലഡ് വരുന്നതോ ഞങ്ങൾ പുറത്തേക്ക് കറങ്ങാൻ വേണ്ടി പോകുമ്പോഴോ ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ബ്ലഡ് വരുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇവിടെ കല്യാണം കഴിഞ്ഞു ഇതിന് ഇടയ്ക്കൊക്കെ വരലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു 2-3 മാസം മുന്നേ പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആളെ മൂക്കുന്ന് ബ്ലഡ് വന്ന്. അപ്പം ഞാൻ ഞെട്ടി, ഞാൻ പേടിച്ച്, ഞാൻ ആദ്യമായിട്ട് കാണാണ് ഒരാളെ മൂക്കുന്ന് ബ്ലഡ് വരുന്നതെന്ന് ഞാൻ ആദ്യമായിട്ടാണ്. ഇവിടെ ഇങ്ങനെ ആയിട്ട് ഞാൻ ഇരിക്കണ പോലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു, മൂക്കുന്ന് ഇങ്ങനെ ബ്ലഡ് വന്നിട്ട് താഴേക്ക് ഇങ്ങനെ ഇറ്റ നല്ല ബേജാറായി. പക്ഷെ ഇവിടെ ആർക്കും അങ്ങനെ ബേജാറൊന്നുമില്ല. എന്നാലും ഒരു കണ്ടതാണ് ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരിടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. അപ്പം ഞാൻ ബേജാറായി. അപ്പം പക്ഷേ ഏട്ടൻ കൊണ്ട് പേടിക്കേണ്ട കുഴപ്പമൊന്നുമില്ല, ഇത് ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ചുറ്റും നിൽക്കണില്ല, ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. മൂക്കെവിടെയും തട്ടിയാൽ അല്ലെങ്കിൽ തല താത്തി എന്തെങ്കിലുമൊക്കെ ഇതാക്കിയാലൊക്കെ ആണല്ലോ ബ്ലഡ് ഇങ്ങനെ ഓവർ വരാൻ തുടങ്ങി. അപ്പം അന്ന് ഇതേപോലെ ഇവിടുന്ന് ടാറ്റ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച്. അപ്പം മൂക്കിന്ന് ഓവർ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞ് പിറ്റത്തേക്ക് വരാനെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഇതേപോലെ ഒരു വട്ടം ബ്ലഡ് വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എൻ്റെ വീടിൻ്റെ അടുത്ത് ശ്രീകുമാർ ഡോക്ടറുണ്ട്, നമ്മൾ ENT, അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പം ഇപ്പോൾ ഒരു ടെസ്റ്റ് മീൻസ് ഈ എൻഡോസ്കോപ്പിക്ക് ഉള്ളത് എഴുതി. കോഴിക്കോടിൻ്റെ അടുത്ത് അവിടെ ഒരു റൈറ്റ് കുറവിലോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് മരുന്ന് കുടിക്കും, അപ്പോൾ 2 ദിവസത്തേക്ക് കുറവുണ്ടാവും. ഏട്ടൻ പറഞ്ഞ് വേണ്ട, ഇനി പോകണ്ട, പിന്നെ ഇടയ്ക്ക് വരും, എന്നോട് പറയൂല. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ അടുപ്പിച്ച് രാവിലെ വരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല, എനിക്ക് കാണിക്കാം, നല്ല എവിടെയെങ്കിലും ഒന്ന് കാണിച്ച് എന്താണെന്നുള്ള കറക്റ്റായിട്ടുള്ള എന്താണെന്നുള്ള അറിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് പോകാൻ തീരെ താല്പര്യമില്ലാത്തൊരു ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. എൻ്റെ കാര്യത്തിന് ഞാൻ അങ്ങനെ പോകില്ല എന്ന് മനസ്സിലുറപ്പിച്ചതാണ്. എന്നാൽ ഡെലിവറീൻ്റെ കാര്യം ഉണ്ടായതുകൊണ്ട് അപ്പം അതിൻ്റെ വേണമെങ്കിൽ വീഡിയോ ഞാൻ അതിൽ വേണമെങ്കിൽ മെൻഷൻ ചെയ്തിടാം. അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും പോകില്ല എന്നുള്ളത് എൻ്റെ മനസ്സിലുറപ്പിച്ചതാണ്. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ പോകാണ്ടിരിക്കാനുള്ള വേറെ വഴിയില്ല. ഇവിടെ നിന്ന് എന്തെങ്കിലും എഴുതിയാലേ നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അവിടെ നിന്ന് ആയിരിക്കുമല്ലോ ഓപ്പറേഷനൊക്കെ ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഞാൻ ഏട്ടനും പോയിട്ട് ഞാൻ ഒരു ദിവസം വർക്ക് ലീവാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുറച്ച് ബ്ലഡ് ടെസ്റ്റൊക്കെ എഴുതി, HIV, HbSAg, HCV ഒക്കെ എഴുതി. ഒക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ലാബിൽ പോയിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കാണിച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നെഗറ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി എൻഡോസ്കോപ്പിക്കുള്ള ഡേറ്റ് തരാം, എൻഡോസ്കോപ്പിക്ക് വന്നാൽ മതി പറഞ്ഞു. അതാണ് ഈ എൻഡോസ്കോപ്പിക്ക് പോയ വീഡിയോ ആണ് നിങ്ങൾ കഴിഞ്ഞതിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. എൻഡോസ്കോപ്പിക്ക് പോയി, എൻഡോസ്കോപ്പി ഡേറ്റ് വന്ന് നമുക്ക് എന്തായിരുന്നു 29-ാം തീയതി, 29-ാം തീയതിയാണെന്ന് തോന്നുന്നു. അങ്ങനെ 29-ാം തീയതി ഡേറ്റ് തന്ന് നമ്മൾ പോയി കൊണ്ടേ കാണിച്ച് നേരെ അങ്ങോട്ട് ചെന്നാൽ മതി. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്തേക്കാണ്
അതിനാൽ ഇങ്ങനെ ഈ ഓരോ ഓപ്പറേഷൻ ഉണ്ടാവുമല്ലോ, നമ്മളെ എർണിയേൻ്റെയും അങ്ങനത്തെ ഓരോ ഓപ്പറേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് എൻഡോസ്കോപ്പി ചെയ്യുക. അപ്പോൾ ഒരു വൈറ്റ് തോർത്തും വൈറ്റ് മുണ്ടും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മല്ലിൻ്റെ മുണ്ടോ അങ്ങനെ എന്തോ ആണ് പറയുക, ആ മുണ്ടും. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മ മല്ലിൻ്റെ മുണ്ടൊക്കെ കൊണ്ട് തന്ന് ഞങ്ങൾ തലേ ദിവസം അതൊക്കെ സെറ്റാക്കി ഞങ്ങൾ പിറ്റേ ദിവസം പോയി. നേരത്തെ രാവിലെ 8 മണിയാകുമ്പോൾ എത്തണം എന്ന് പറഞ്ഞു. അവിടുത്തെ ഇപ്പോൾ ചീട്ടൊക്കെ എടുത്ത്, ചീട്ടെടുക്കാൻ വേണ്ടി പറഞ്ഞു. ചീട്ടെടുത്ത് ഒത്തിക്കെടുത്തിപ്പോൾ ഇവിടെ ആൾക്കാർ നിറഞ്ഞു. പിന്നെ നമ്മൾ ചെന്ന് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മൂക്കിൽ ഇത് ട്യൂബ് ഇട്ടിട്ട് എന്തോ ആണ് ടെസ്റ്റ് ചെയ്യാമെന്നെന്തോ പറഞ്ഞിട്ട് എനിക്ക് സമ്മതമാണെന്നുള്ള ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഏട്ടനും സമ്മതമാണെന്നുള്ള ഏട്ടൻ ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ കുറേ ഒരു 2-3 മണിക്കൂർ എടുത്ത് ഞാനവിടെ വെയിറ്റ് ചെയ്ത്. ഏട്ടൻ കയറി ആൾ നല്ല ബേജാറായിട്ടുണ്ട്. എന്താണെന്നുള്ള അറിയില്ല. എൻഡോസ്കോപ്പി ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുമല്ലോ, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവിടെ വേനിക്കും ഇവിടെ വേനിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏട്ടൻ പറഞ്ഞു പറഞ്ഞാൽ മൂക്കിൽ എന്താണ് കഞ്ഞി എടുത്തിട്ട് അതിൽ മരുന്നാക്കിയിട്ട് മൂക്കിൽ വെച്ച് തരിപ്പിച്ച് പിന്നെ ഒന്നും അറിയില്ല. തരിപ്പ് വിടുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറ്റി, അല്ല 10 മിനിറ്റ് മൂക്കിൽ, 10 മിനിറ്റാണ് അരമണിക്കൂറാണോ മൂക്കിൽ വെച്ച് എന്നിട്ട് അത് പിടിച്ചതിന് ശേഷം അവർ കയറ്റി എൻഡോസ്കോപ്പി ചെയ്തപ്പം ആൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്താണ് ഞാൻ പുറത്തായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ വിളിച്ച് ഏട്ടന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡ്രസ്സൊക്കെ കൊടുത്ത് ഒക്കെ ചേഞ്ച് ചെയ്ത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല, ദശ കാര്യങ്ങളൊന്നും ഇല്ല, മൂക്കിൽ ദശയൊന്നുമില്ല. ഏട്ടന് ചെറുപ്പത്തിൽ ചെറിയ കുഞ്ഞു കുട്ടിയാകുമ്പോൾ എന്തോ വീണതെന്തോ ആണ്. വീണിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അറിയുന്ന പ്രായത്തിൽ വീണിട്ടുണ്ടായിരുന്നോ ചോദിച്ചപ്പോൾ ഏട്ടന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഇനി നമ്മൾ ചെറിയ കുട്ടിയാളാവുന്ന സമയത്ത്, നമ്മൾ നടക്കാൻ പറ്റുന്ന സമയത്തൊക്കെ വീണിട്ടുണ്ടായിരിക്കാം. അപ്പം മൂക്കിന് വല്ലതും പറ്റിയിട്ട് മൂക്കിൻ്റെ പാലത്തിൻ്റെ അവിടെ എല്ലാം എന്തോ പൊട്ടിയിട്ട് പൊന്തി നിൽക്കുകയാണല്ലോ, അതുകൊണ്ടാണ് ഈ മൂക്കിന്ന് ബ്ലഡ് വരുന്നത് എന്ന് പറഞ്ഞു. വേറെ പ്രത്യേകിച്ച് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ദൈവത്തിന് നന്ദി നമ്മൾ പറയുകയാണ്. ഒരു പ്രശ്നവുമില്ല. അപ്പം മരുന്ന് തന്നിട്ടുണ്ട്, ബ്ലഡ് ഉണ്ടാവാനുള്ള മരുന്ന്, മൂക്കിലിറ്റിക്കാനുള്ള മരുന്ന് ആണ് തന്നത്. അപ്പോൾ ബ്ലഡ് വരുമ്പോൾ മൂക്കിലിറ്റിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് ഇതിന് വേറെ മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറെ ഒരു കുഴപ്പമില്ല. ശ്രദ്ധിക്കുക, അത് മാത്രമാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ദേശീയമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വരും എന്നുള്ള ഒരു ഇതിലൊക്കെ ആയിരുന്നു നമ്മൾ. പക്ഷെ അതൊന്നും നമ്മൾ രക്ഷപ്പെട്ടു. ദൈവം നമ്മളെ രക്ഷിച്ചു. ദൈവത്തിന് നന്ദി പറയുക. താങ്ക് ഗോഡ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് അന്നത്തെ വീഡിയോ അതായിരുന്നു. നമ്മൾ തിരുവങ്ങാടി കൊണ്ട് കാണിച്ചാലും ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു തരുമ്പോൾ നമുക്ക് കുറച്ച്, പക്ഷേ ഡെലിവറിൻ്റെ സെക്ഷനിൽ ഞാൻ തിരിഞ്ഞ് ഞാൻ നോക്കില്ല. ഒരു പറ്റ മോശമുള്ള ആൾക്കാർ അവിടെ ആരും പോകരുത് ഡെലിവറിക്ക് കിട്ടോ. പറ്റ മോശം എന്ന് പറഞ്ഞാൽ പറ്റ മോശമാണ്. ഞാൻ എൻ്റെ കാര്യം ഞാൻ ഉള്ളതുപോലെ പറയും. അതെനിക്ക് എന്തായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്ക് നോ പ്രോബ്ലം. അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര പേടിയാണ്. അവിടെ ഭയങ്കര എന്തോ കാണുമ്പോൾ തന്നെ, ആ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതായിരുന്നു. ഇപ്പോൾ ഏട്ടന് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇടയ്ക്ക് ബ്ലഡ് ഇങ്ങനെ പോണതിൻ്റെ അന്ന് പിറ്റേ ദിവസം അന്ന് നല്ല ബ്ലഡ് വന്നിന്. എന്നിട്ട് വന്ന് ബ്ലഡ് പിറ്റേ ദിവസം അതേപോലെ നല്ല ബ്ലഡ് വന്നിന്. നല്ല മൂക്കിൽ അത് ഇട്ടിട്ട് ഇതാക്കി എൻ്റെ ബ്ലഡ് എന്തായാലും ഇളക്കിയതിൻ്റെയൊക്കെ നല്ലോണം വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൾക്ക് നല്ല ക്ഷീണമായിരുന്നു. 2-3 ദിവസമായിട്ട് പണിക്കൊന്നും പോവലില്ലായിരുന്നു. നല്ല ക്ഷീണം കാര്യങ്ങളും. എനിക്ക് എന്താ പറയുക, കണ്ടിങ്ങനെ പോണത് ക്ഷീണം, നല്ല ക്ഷീണമുണ്ട്. പണി കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് ഉറങ്ങാമെന്നുള്ള പ്ലാനിലായപ്പോഴാണ് അയ്യോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലല്ലോ, സെറ്റാക്കിയിട്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ വിചാരിച്ചത് എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ്. പേട്ടന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ബ്ലഡ് പോയതിനെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ മരുന്നൊക്കെ കുടിച്ച് ആൾ ഓക്കെ ആയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, സെറ്റാണ്, പവറാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതുതായിട്ടായിരുന്നു നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പം നാളെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ എന്തായാലും വരും. ബൈ ബൈ.